ഹായ്, ഞാൻ ഷൗഫില അഷ്കർ അലി. ഇന്ന് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് സർപ്രൈസ് റൗണ്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും ഓരോ കുറിപ്പിട്ടാണ് റെസിപ്പി തീരുമാനിക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയത് കാരമൽ കസ്റ്റേർഡാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാല്, മുട്ട, പഞ്ചസാര, ബട്ടർ, കുറച്ച് കസ്റ്റേർഡ് പൗഡർ, വാനില എസൻസ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 1 മണിക്കൂർ റൗണ്ടാണ്. നമുക്ക് ഇതിലേക്ക് ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം, കാരമൽ ചെയ്യാൻ. ചൂടിൽ ഇടണം, ഇല്ലെങ്കിൽ കരിഞ്ഞ് പഞ്ചസാര നല്ല രീതിയിൽ കഴിക്കാത്ത രീതിയിൽ കാരമൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് കയ്പ്പ് ചുവയ്ക്കാൻ വെള്ളം ആഡ് ചെയ്യാം. ഇത് കട്ട കുത്താനും ചാൻസ് കൂടുതലാണ്. ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ പെട്ടെന്ന് അതങ്ങ് കളറും. കളറ് നിങ്ങൾക്ക് നോക്കിയാലറിയാം. തേനിനേലും ഇത്രയും കൂടി കടുത്ത കളർ. ചൂടോടുകൂടി തന്നെ നമ്മൾ ഇനി ഏത് മോൾഡിലാണോ വയ്ക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ച് വയ്ക്കാം. മോൾഡിലേക്ക് ഒഴിക്കാം. ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള മിക്സ് നമുക്ക് റെഡിയാക്കാം. കസ്റ്റേർഡ് റെഡിയാക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ാണ് വേണ്ടത്. ഇത് കുറച്ചെടുത്തിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു 4 മുട്ട ആഡ് ചെയ്യാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന്. കുറച്ച് വാനില എസൻസ്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം.
നമുക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്റ്റേർഡ് പൗഡറും ആഡ് ചെയ്യാണ്. ഇത് സ്റ്റീം ചെയ്യുന്ന ഒരു പുഡിങ്ങാണ്. കാരാമൽ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിക്കാൻ പോവാം. ഉരുകി വരുന്നുണ്ട്. അത് നമുക്ക് പതുക്കെ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു അര സ്പൂൺ എടുത്ത് ഈ കസ്റ്റർഡിലോട്ട് ഇടുമ്പോൾ ഒരു കാരാമലിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിനു വേണ്ടിയാണ് ഞാനത് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നതിൻ്റെ ബാക്കിയാണ്. അത് സെറ്റായിപ്പോയി. നമുക്കിത് എടുത്തിട്ട് മതിയെ, എനിക്കിതിൽ ഒരു സ്പൂണോളം മതിയാവും. ടിന്നിലേക്ക് മോൾഡിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഷോഫില റെഡി ഉണ്ടാക്കി കഴിഞ്ഞു. വെച്ച് കഴിഞ്ഞു അല്ലേ? ഇത് ചെയ്തിട്ട് ഓക്കെ. അറിയുന്ന കാര്യമായിരുന്നല്ലോ അല്ലേ? ചെയ്യാറുണ്ട്. എത്ര പ്രൊപ്പോർഷനിലെടുത്തു പാലും മുട്ടയും? ഞാൻ ഒരു പാക്കറ്റ് പാലിന് 4 മുട്ട എടുത്തു. കുറച്ച് കസ്റ്റേർഡ് പൗഡറും ചേർത്ത്. കസ്റ്റേർഡ് പൗഡർ ചേർത്തു അല്ലേ? സാധാരണ അങ്ങനെ ചെയ്യുമോ? കസ്റ്റേർഡ് പൗഡർ വേറൊരു ഒരിക്കലും ഇതാവില്ല അല്ലേ? എന്താ പറയുക, ടെക്സ്ചർ മാറാത്ത സെറ്റായി കിട്ടും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ടേസ്റ്റ് നന്നാവും. നന്നാവും. മുട്ടയുടെ അളവും കുറയ്ക്കാം. കൊളസ്ട്രോൾ കുറയും. നമുക്ക് ഒരു അരമണിക്കൂറോളം എടുക്കും. വെന്തോ നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യും. ഞാൻ ഉണ്ടാക്കിയത് കാരാമൽ കസ്റ്റേർഡാണ്. അപ്പം ഞാനിൻ്റെ റെസിപ്പി ഒന്നും കൂടി പറയുകയാണ്. ഇതിന് ഞാൻ എടുത്തത് 4 മുട്ട, കുറച്ച് കസ്റ്റേർഡ് പൗഡറും കൂടി ഒരു 1/2 ലിറ്റർ പാലിൽ നല്ലോണം മിക്സ് ചെയ്തു. പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് കാരാമൽ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മോൾഡിലേക്ക് കാരാമൽ ചെയ്ത് വെച്ചിരുന്നു. അതിന് ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റീമറിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അരമണിക്കൂറോളം എടുക്കും ഇത് വേവാനായിട്ട്. അത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ച ശേഷം സെർവ് ചെയ്യാം. തീമാറ്റിക് ആയിട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ആൻഡ് ദിസ്
ആദ്യം എന്ത് ചെയ്യേണ്ടത് അറിയാം? ഷോഫിയില വന്നിട്ട് സെലീനയുടെ കാരമൽ കസ്റ്റർഡ് ടേസ്റ്റ് ചെയ്യാം. മധുരം ഇത്രയും ഓവറാണ്. മധുരം കൂടുതലാണ്. പിന്നെ ഇത് കാരാമൽ കസ്റ്റേർഡ് എന്നല്ലേ പറഞ്ഞു? അതെ. ഇതിൽ കാരാമൽ ഇല്ല, കാരമൽ കുറവാണ്. പിന്നെ ഷേപ്പും ഒരു പ്രസന്റേഷനെ പറ്റി കൈരളിയുടെ ഷേപ്പ് എന്നൊന്നും പറഞ്ഞാൽ കൈരളിക്ക് തന്നെ നാണക്കേടായി അല്ലേ? ഓക്കെ, ആ ഷേപ്പൊന്നും ആയിട്ടില്ല. ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ? അത് ശരിയാണ്, അങ്ങനെയും ഉണ്ട്. അതെ, അല്ലാതെ കുറേ ഷേപ്പ് നന്നായിട്ട് ടേസ്റ്റ് ഇല്ലായിട്ട് കാര്യമില്ല. സെലീന പറഞ്ഞതിലും കാര്യമാണ്. ഓക്കെ, അപ്പോൾ സെലീന ഒന്ന് ഷോഫിലയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. പാലിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. പിന്നെ എന്തോന്ന് തരി ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പോലുള്ള ഒരു മാവ് മാവ് പോലെ. മാവ് അതിൽ മൈദപ്പൊടി ഒഴിച്ച പോലെ ഉണ്ട്. മൈദപ്പൊടി അല്ല, അത് കസ്റ്റേർഡ് പൗഡർ കയറിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ കാരമൽ കൂടിയും പോയി. ഇതിൽ കാരമൽ ഇല്ലാന്ന് പറയുന്നത് എന്തോ ഓവറായാൽ അരോചകമാണ്. ഷോഫില കേട്ടല്ലോ, ഒന്നും പറയാനില്ലേ അതിനെക്കുറിച്ച്? ഞാനിത് ഫസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സെലീന ശരിക്കും മൊബൈലിൽ റെസിപ്പി നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അത് പറ്റുന്ന ഇതല്ലല്ലോ, നമ്മൾ അലൗ ചെയ്യുന്നതല്ല. സെലീന അങ്ങനെ ചെയ്തോ? എവിടുത്തെ റെസിപ്പി? മൊബൈലിലോ? മൊബൈലിൽ നെറ്റിൽ കയറി നോക്കിയോ? എൻ്റെ മൊബൈലിൽ നെറ്റും ഇല്ല, മൊബൈൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പം ആകെ 1500 റുപ്യൻ്റെ സാധാരണ ഞാൻ കണ്ടതാ. ഷോഫില കണ്ടു എന്നാണ് പറയുന്നത്. വേറെന്തോ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ ഞാൻ റെസിപ്പി നോക്കിയിട്ടുണ്ട്. ഈ ഒരു കാരമൽ കസ്റ്റേർഡിന് റെസിപ്പി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സംഗതിയല്ലേ. ഇതിലിപ്പോൾ നെറ്റ് കയറി സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഷോഫില കള്ളം പറയുന്നു എന്നാണോ സെലീന പറയുന്നത്? അത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇവിടെ വേറൊരാളെ ഫോണിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതാരാ? ഫോണോ? ഫോണ് വേറൊരാളെ ഫോൺ സംസാരിച്ചു, പക്ഷേ ഈ റെസിപ്പി ഒന്നും ചോദിച്ചില്ല. അത് കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലാക്കിയതായിരിക്കും. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാർ ഇങ്ങനെ ഫോണിൽ വിളിച്ചൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ നമ്മളറിയാണ്ട്? അതെനിക്കറിയില്ല. കണ്ടു പറഞ്ഞു ഞാൻ ചെയ്തത് ഷൗഫില കണ്ടിട്ടുണ്ടാവും. ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പക്ഷെ ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയണല്ലോ ഷൗഫില. ഓ അങ്ങനെ. അല്ലാതെ ഒരാൾ ഫോൺ ചെയ്തിട്ട് ഇതിന്റെ റെസിപ്പി ചോദിച്ചെന്ന് പറയുന്നത് ഈ റൗണ്ട് പറയുമ്പോൾ പിന്നെ നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അതെ, അപ്പം അത് നിയമം തെറ്റിച്ചതല്ലേ? അതെ, അങ്ങനെ നോക്കുമ്പോൾ നിയമം തെറ്റിച്ചിട്ടുണ്ട്. ഇൻ കേസ് ഫോണെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എൻ്റെ മനസ്സാക്ഷി ഞാൻ ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആണ്. എന്നിട്ട് അവസാനം ഇപ്പം എന്താ പറയുക, ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലും കാരമൽ കസ്റ്റേർഡ് ഷോഫിലയുടെ അഭിപ്രായത്തിൽ സെലീന ഉണ്ടാക്കിയത് ഒട്ടും ഷേപ്പില്ല, കാരമൽ ഇല്ല, മധുരം കൂടുതൽ, ഒരുപാട് കുറ്റം. മാം, അതിപ്പോൾ കൈരളി ടിവിൻ്റെ ലോകാനെ കുറ്റം പറയുന്ന ആയിരിക്കും, ഷേപ്പിനെ. അത് സത്യം. ഇവിടെ തിരിച്ച് ഇപ്പോൾ ഭംഗി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ? ഭംഗി വർക്കിലല്ല കാര്യം, ലുക്കിലല്ലേ. അല്ല, ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. എന്തായാലും ഷോഫില, ഇനി ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങളുടെ വഴക്ക് ഇവിടെ കൊണ്ട് തീരില്ല, ഞങ്ങൾ പറയാം. ഓക്കെ, ലോഗോയ്ക്ക് ലോഗോ അല്ല, അത് ശരിയായി വന്നിട്ടില്ല. പക്ഷേ ബിറ്റ്വീൻ ദ ടു ടേസ്റ്റ് വൈസ് ദിസ് ഇസ് ദ ബെസ്റ്റ്. സെലീനയുടെ അല്ലേ? അതെ, ഇത് കുറച്ച് എസൻസ് ഉണ്ടാവും, കുറച്ചൊരു പൊടിക്കൊരു എസൻസിൻ്റെ ഫ്ലേവർ, പിന്നെ കാരമൽ കൂടുതൽ, പ്ലസ് ആ കസ്റ്റേർഡ് ചേർത്തതിൻ്റെ പച്ച ചുവ എല്ലാം. പൗഡർ ഞാൻ ചോദിച്ചോട്ടെ, കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് പിന്നെ കുറുക്കലൊന്നും ഇല്ലല്ലോ, വെറുതെ പൊടിയൊക്കെ ചേർത്ത് വിടുന്നില്ലേ? അപ്പോൾ അതിന് ആ ഒരു പച്ച ടേസ്റ്റാണ്. അതൊരിക്കലും ഇതിൻ്റെ കൂടെ ജെല്ലിയില്ല. എനിക്കത് അന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വെച്ചിട്ട് ചിലപ്പോൾ നന്നായാലോ എന്ന് വെച്ചു. പക്ഷേ ടേസ്റ്റ് വൈസ് അതാണ് അതിലൊരു പരാജയം. പക്ഷെ കാഴ്ചയിലൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. പക്ഷേ ഇത് ലുക്കിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ.
ഷേപ്പിനല്ല ടേസ്റ്റിനാണ്. ടേസ്റ്റിനാണ് പ്രാധാന്യം. സെലീനയുടെ ടേസ്റ്റ് കറക്റ്റ് ഒരു കാരമൽ കസ്റ്റർഡ് ആണ്. പക്ഷേ കാരമൽ കുറച്ച് കുറവാണ്, ഷോഫീല പറഞ്ഞതുപോലെ. അതാ പാത്രത്തിൽ പറ്റി പാത്രത്തിൽ പറ്റിപ്പോയി. ഓക്കെ, കാരമൽ ഇച്ചിരി ഇടാം, പക്ഷേ ദ അതർ തിങ് ഈസ് ഓക്കെ. കറക്റ്റ്. ഓക്കെ, ശരി, പ്ലീസ്.